നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നന്ദന്റെ തിരിച്ചുവരവിന് മോളാ കാരണമായത്. ഇപ്പൊ അതുപോലെ എന്റെ സ്നേഹമോളെ എനിക്ക് തിരിച്ചു വേണം. മോള് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഇങ്ങോട്ടാ. നീ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം അകത്തേക്ക് പോവാം. ഇവനെയും കൊണ്ട് ഇതിനകത്തേക്ക് വലിഞ്ഞു കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. നന്ദ, കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാനാ ഇവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞത്. അത് ഇവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അല്ലാതെ ഇവരുടെ ബന്ധം അംഗീകരിച്ചതുകൊണ്ടല്ലോ. നീയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്തുമുറിച്ച് മാറ്റിയിട്ടാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അച്ഛൻ നിന്നോട് ക്ഷമിക്കുമായിരിക്കും, അതിന് ഞങ്ങളെ കിട്ടില്ല. സച്ചി, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. ഇനി അവള് പറയുന്നത് പോലെ അത് നല്ലതിനായാലും ദോഷത്തിനായാലും അത് അവള് തന്നെ അനുഭവിക്കട്ടെ. അവളുടെ ജീവിതമല്ലേ, അതിൽ മറ്റാർക്കും അവകാശമില്ല. ഞങ്ങൾക്ക് ഒരവകാശം വേണ്ട എടുത്തി. ഇനി ആരും ഇവളുടെ ഒരു കാര്യത്തിലും തലയിടാൻ പോകുന്നില്ല. അതുപോലെ ഇവളിനി ഞങ്ങൾക്കിടയിലേക്ക് വരരുത്. പ്രത്യേകിച്ചതാ ഇവനെയും കൊണ്ട്. അവൾ എവിടെയെന്ന് വെച്ചാ പോയി ജീവിക്കട്ടെ. പക്ഷേ അത് ഇവിടെ ഈ വീട്ടിൽ പറ്റില്ല. അല്ലെങ്കിൽ ഞാനും ധനുഷ് ഇവിടെ കയറി താമസിക്കാൻ വന്നതാണെന്ന് സന്ദീപേട്ടനോട് ആരാ പറഞ്ഞേ? നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവകാശമുള്ള ആളാ അച്ഛൻ. അതില്ലെന്ന് പറയില്ലല്ലോ. അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങാനാ ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അച്ഛന്റെ മുന്നിൽ കിടന്ന് ഇനിയും വഴക്കൂടെ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഇനിയോട് നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി. എനിക്കറിയാം അച്ഛൻ എന്നെ കുറ്റപ്പെടുത്താനാവില്ലെന്ന്. മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു എന്നെ. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് മതി അച്ഛ. ധനുഷ്, വാ നമുക്ക് പോവാം. കുറച്ച് വെള്ളം എടുത്തുണ്ടോ? എന്തു പറ്റി?
സാറിന് വേറെ കുഴപ്പമൊന്നുമില്ല. BP ലോ ആയതാ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോവാം. താങ്ക്സ് ഡോക്ടർ. ഡോക്ടർ, ആ എന്റെ മക്കളൊക്കെ പുറത്തു നിൽപ്പുണ്ട്. അവരോടുകൂടി പറയണം എനിക്കൊരു കുഴപ്പമില്ലെന്ന്. അവരൊക്കെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞേക്കാം. ഒരു ഉപകാരം കൂടി ചെയ്യണം. പുറത്ത് അർച്ചന എന്നൊരു കുട്ടിയുണ്ട്. അവളോടൊന്ന് സംസാരിക്കാൻ അനുവദിക്കണം. സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സാർ. കൂടുതൽ സ്ട്രെയിൻ ചെയ്യായിരുന്നാ മതി. ശരി ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല. സേവ് സാർ ഇപ്പോൾ ഓക്കെയാ. കുറച്ചു നേരത്തെ റെസ്റ്റിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്തു പറ്റിയതായിരുന്നു ഡോക്ടർ? BP ലോ ആയതാ. എന്നാ ശരി. അല്ല, നിങ്ങളിൽ ആരാ അർച്ചന? ഞാനാ ഡോക്ടർ. സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. സംസാരിക്കുമ്പോൾ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് പറയരുത്. ശരി ഡോക്ടർ. ശരി. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. ഞാൻ മോളെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യം പറയാനല്ല, അപേക്ഷിക്കാനാ എന്ന് പറയുന്നതാ ശരി. എന്താ? ഞാനത് പറയുമ്പോ മോളത് പറ്റില്ലെന്ന് പറയരുത്. അതാ ഞാൻ അപേക്ഷയെന്ന് പറഞ്ഞത്. അച്ഛൻ എന്തായാലും പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് എന്റെ മക്കളെക്കുറിച്ച് ഓർത്ത് മാത്ര. കുറെ കാലം നന്ദന്റെ കാര്യം ഓർത്തായിരുന്നു. ഇപ്പതേ സ്നേഹ. നന്ദന്റെ തിരിച്ചുവരവിന് മോളാ കാരണമായത്. ഇപ്പൊ അതുപോലെ എന്റെ സ്നേഹമോളെ എനിക്ക് തിരിച്ചു വേണം. മോള് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഞാനിത് നന്ദനോടോ സച്ചിയോടോ സന്ദീപിനോടോ പറഞ്ഞ അവര് സമ്മതിച്ചു എന്ന് വരില്ല. അതാ ഞാൻ മോളോട് പറയുന്നത്. അച്ഛാ, ഞാൻ എങ്ങനെയാ? ധനുഷിനെ കുറിച്ച് എല്ലാം അച്ഛൻ അറിയാവുന്നതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.